വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് യൂട്യൂബ് വാച്ചിങ് ഈസ് ആരുൺ ആൻഡ് അലീജ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വേളാങ്കണ്ണി പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 മണിക്ക് ട്രെയിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അമ്മ വീട്ടിലോട്ട് പോവാണ്. അമ്മ വീട്ടിൽ നിന്ന് കസിൻസൊക്കെ ആയിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോകും. അവിടെ നിന്ന് 10 മണിക്കാണ് ട്രെയിൻ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഉണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അപ്പനും കൂടി പോവാണ്. ചേട്ടൻ നേരത്തെ പോയിട്ടുണ്ട്. ഞാനും അപ്പനും കൂടി അമ്മ വീട്ടിലോട്ട് പോവാണ്. അമ്മ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വരും. അപ്പോൾ ഇനി നമുക്ക് കുഴിപ്പുള്ളിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഞങ്ങളിതേ കുഴിപ്പുള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും ചേച്ചിയും കൂടി ടാലിസ്മാനിൽ പോവാണ്. എനിക്കൊരു ടോപ്പ് എടുക്കണം. ലാസ്റ്റ് നിമിഷത്താണ് ഞാനത് ഓർത്തത്. അപ്പം ഞാൻ ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. മഴയാണ് ഗൈസ്. ഓട്ടോ ആണെങ്കിൽ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പിലോട്ട് ഇപ്പം നടന്നു പോകണം. ഞങ്ങൾ നല്ല മഴയാണ്, ഇരുട്ടുമാണ്. ഇപ്പം സമയം 6:45 എങ്ങാണ്ടും ആയിട്ടുണ്ട്. 7:45. ഓ സോറി, 7:45. അപ്പോൾ ഇനി ഞങ്ങൾ വേഗം സ്റ്റോപ്പിലോട്ട് പോകണം, ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അവിടെ നിന്ന് ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ നല്ല മഴയാണ് ഗൈസ്. ഹലോ, അപ്പം ഞങ്ങളിപ്പോൾ ബസ്സിലാണ്. ഇപ്പോൾ ടൈം വന്നിട്ട് 8:30 ആയിട്ടുണ്ട്. നല്ല മഴ കേട്ടോ പുറത്ത്. ബാക്കിൽ എല്ലാവരും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഹലോ, അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. അപ്പോൾ ഇത് ലൈറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയിട്ടില്ല. ഇനി ലൈറ്റ് വന്നിട്ട് വേണം കയറാൻ. ഓക്കെ, പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച് കാണാം. ഓക്കെ, പിന്നെ ഈ ട്രെയിനിൽ കയറി എല്ലാവരും സീറ്റൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. അവിടെ ചേട്ടന്മാർ, ചേച്ചി, അങ്ങനെ എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ കിടന്നുറങ്ങാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി നാളെ കാണാം. ഓക്കെ, ബൈ. നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്നലെ കിടന്നത് ഇവിടെയാണ്. ഏറ്റവും മുകളിലാണ് ഞാൻ കിടന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് പല്ലേച്ച് അവിടെ അടിയിൽ എല്ലാവരും ചായ കുടിക്കുകയാണ്. ഞാൻ മുകളിൽ കയറി. അപ്പോൾ ഇപ്പോൾ എവിടെയായിരുന്നു സ്ഥലം ഏതാണ് പൊന്നോ? ഇപ്പോൾ കഴിഞ്ഞത് ഏതായിരുന്നു? തൃച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തായത്. തൃച്ചി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല, ബോറടിച്ചിരിക്കാം. അപ്പം എനിക്ക് അറിയായിരുന്നു ട്രെയിനിൽ കയറി എന്തായാലും ബോറടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ക്രോഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്രോഷയുടെ നൂലും അതേപോലെ തന്നെ ആ ഒരു സൂചി പിന്നെ ഇതിനകത്തുണ്ട് കേട്ടോ കുറച്ച് നൂല്, പൗച്ചിലുണ്ട് കുറച്ച് നൂല്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് ക്രോഷ് ചെയ്യാം. അപ്പോൾ ബാക്കിൽ തന്നെ അനിയത്തി ഇരിപ്പുണ്ട്. അവള് അവിടെ ഇരുന്ന് പടം വരയ്ക്കൽ പരിപാടികളാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ക്രോഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞങ്ങൾ വേളാങ്കണ്ണി എത്തി. ഞങ്ങളൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പം ഞങ്ങൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ബസ് പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു 21 പേരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബസ് പോലത്തെ വണ്ടിയിലാണ് റൂമിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി നേരെ കിടന്നുറങ്ങി കേട്ടോ. ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങി. ഹലോ, ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ സമയം വന്നിട്ട് 4 മണിയായി. ഞങ്ങൾ പള്ളിയിൽ പോകാൻ പോവാണ്. ഇവർ ചായയൊക്കെ ഇട്ട് കുടിച്ചു, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഉറങ്ങിയായിരുന്നു ഇവിടെ കിടന്ന്. അപ്പോൾ പിന്നെ ആൻറ്റി വന്ന് ഇവിടെ കുത്തിപ്പോക്കി. ഇപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. അപ്പം നമുക്കിനി പള്ളിയിൽ പോവാം. അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് എൻ്റെ ചേട്ടൻ്റെ വാച്ച് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് അങ്ങനെ വാച്ച് എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ വാച്ച് എടുത്ത് ഇനി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഫോൺ വിളിച്ചിനി കണ്ടുപിടിക്കണം. ഞങ്ങളങ്ങനെ കൃത്യം പള്ളിയിലെത്തിയപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ രൂപം എടുത്തിട്ട് പള്ളിയുടെ ഫ്രണ്ടിലായിട്ട്, മെയിൻ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എന്താണ് പ്രദക്ഷിണം പോലെ ഇങ്ങനെ പോകുന്നുണ്ടായി. അങ്ങനെ അത് കണ്ടു നിന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ മുട്ടിൽ നീന്താൻ പോയിട്ടോ. അങ്ങനെ മുട്ടൊക്കെ പൊട്ടി ഞങ്ങൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട്. എൻ്റെ മുട്ട പൊട്ടിയിട്ടില്ല.
ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ നമ്മൾ മുട്ടിട്ട് നിന്നിട്ട് നേരെ തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ കയറി ഇനി ഞങ്ങൾ ബീച്ചിലോട്ട് പോവാണ്. എൻ്റെ കാലിൽ വലിയ സീനില്ല കേട്ടോ, എൻ്റെ കാലം അങ്ങനെ പൊട്ടിയിട്ടില്ലെന്ന് തോന്നണം. നാളെ ഇനി അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ പൊട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. നീ എൻ്റെ ഫോട്ടോ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാ നീ? ഞാൻ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ബീച്ചിൽ പോവാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പള്ളി. അവിടെയുണ്ട് ഒരെണ്ണം, ഇവിടെയുണ്ട്. ഞങ്ങളങ്ങനെ എല്ലാ പള്ളിയിലും കയറിയില്ല, അത് ഇവിടെ മാത്രമേ കയറിയുള്ളൂ. വേറെ എങ്ങും കയറിയിട്ടില്ല ഇപ്പോൾ. ഈ പള്ളിയിലും പിന്നെ ആ മുട്ടിട്ട് നീന്തണോടത്ത് ആ ഒരു നേരെ കാണുന്ന പള്ളിയിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. വേറെ എങ്ങും കയറിയിട്ടില്ല ഞങ്ങൾ. നമുക്ക് കയറണം. നാളെ തിരിച്ചു തുടങ്ങുമ്പോൾ എല്ലാത്തിലും കയറണം, എല്ലാ പള്ളിയിലും കയറണം. ഹലോ ഗൈസ്, നമ്മൾ ബീച്ച് വഴി കറങ്ങി നമ്മുടെ റൂമിൽ തന്നെ നമ്മളെത്തി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഡ്രസ്സ് മാറി നമ്മൾ തിരിച്ച് ഇറങ്ങും. സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങും. അപ്പോൾ നല്ല കാലുവേദന ഉണ്ട് നടന്നിട്ട്. പിന്നെ നമുക്ക് റൂമിൽ പോകാം. ഹലോ, ഞങ്ങളങ്ങനെ റൂമെത്തി, ഡ്രസ്സ് മാറി. എൻ്റെ കാല് പൊട്ടിയില്ല കേട്ടാ, അമ്മടെ പൊട്ടി, ചീട പൊട്ടി, ആൽവിയുടെ പൊട്ടിട്ടാ. ഈ ഉള്ളടാ എവിടെ പൊട്ടിയില്ലേ? ആ തൊലി പോയിട്ടുള്ളൂ, പൊട്ടിയിട്ടില്ല. ഉമ്മാരിവിടെ ഫ്രീ ഫയർ കളി ഈ ഉളകൾ. ദിസ് ഗൈസ് ഒരാളെ അവിടെ കാണാമല്ലോ, നോക്കട്ടെ അവനെ. ഹലോ ഗൈസ്, ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നു. സമയം ഇപ്പം ഏകദേശം എത്ര മണി? സമയം 11 മണി. 11 മണിക്ക് ഞങ്ങൾ കറങ്ങുന്നു ഗൈസ്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഒരു സെല്ലോ ടേപ്പ് വെക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു. ഇവിടെ കടകളൊക്കെ ഏകദേശം അടച്ചു. 11 മണിയായപ്പോൾ ഇത്രയും കടകളൊക്കെ ഉള്ളൂ ഇനി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളത്തെ വിശേഷം അടുത്ത വ്ളോഗായിട്ടിടാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.